ഗൈസ്, എനിക്ക് കുറച്ച് സ്വീറ്റ് കോൺ കിട്ടിയപ്പോൾ ഞാനതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയട്ടെ. ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഒരു വിസിലടിച്ചപ്പോഴേക്കും സ്വീറ്റ് കോൺ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ ഇതിലോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ്, വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ്, ഈ ഒരു പൊടിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ എരിവൊക്കെ ഒന്ന് ചേരുമ്പോൾ, എരിവും പുളിയൊക്കെ ചേരുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണില്ലേ, ആ സ്വീറ്റ് കോണിലേക്ക് ഇത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നമ്മളിത് നന്നായി ഒന്ന് തേച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ, താങ്ക് യു.